ഗായ്സ്, ഹാപ്പി ഓണം. അതെ, കുറേ നാളായി. കഴിഞ്ഞ ദിവസത്തെ കരച്ചിലിനും പിടിച്ചതിനും ഒക്കെ ശേഷം നമ്മളിന്ന് വീണ്ടും പൂർവാധികം ശക്തിയോടെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കോസ്റ്റ്യൂമൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാകും ഇന്ന് എന്താണ്. യെസ്, ലക്ഷ്മിയുടെ പൂ കിളിക്കൊണ്ടിരിക്കുകയാണ്. സമയം ഏറെക്കുറെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോഴാണ് എല്ലാം ഒത്തൊക്കെ വന്നത്. ഹായ്, വേറെ കമ്മൽ. ഞാൻ ഈ കമ്മൽ മാറ്റണമെന്ന് വിചാരിച്ചിരുന്നു. കൊള്ളാം എന്തായാലും. ഇതെന്താ, വെള്ളപ്പൂ. ആകെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. വളരെ മിനിമലിസ്റ്റിക് പരിപാടിയാണ്. വലിയ ഭീകരമായിട്ടൊന്നുമില്ല. പ്രോബബ്ലി നമുക്ക് 1-2 ഗസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇവിടെ തന്നെ ബേയോ സൈഷ ഓണമാണ്. ബേയോയിൽ ആരുമില്ല, പക്ഷേ ബേയുടെ ഓഫീസ് മാത്രമേ ഉള്ളൂ. മുതലാളീനെ ഞാൻ വിളിച്ചിട്ടുണ്ട്, വരുമെന്ന് എനിക്കറിയില്ല. എനിവേയ്സ്, അപ്പോൾ ബാക്കി എല്ലാവരും ഒക്കെ എത്തുമ്പോൾ അവരുടെ വേഷവിധാനങ്ങളൊക്കെ കാണിക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഓണമാണ്. ഇന്ന് ഹാപ്പി ഉത്രാടം. അപ്പോൾ ചാച്ച. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി വേപ്പമുടിയൊക്കെ ഒരു കളയാനായിട്ട്. അത് ഭയങ്കര ഭാരമായിരുന്നു. ആൻഡ് ഞാനും ലക്ഷ്മിയും അമ്പലത്തിലൊക്കെ പോയി. അതിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ വീണ്ടും തിരിച്ചു വന്നു. ആൻഡ് നമ്മുടെ പൂക്കളത്തിൻ്റെ ബാക്കി പരിപാടികളൊക്കെ നമ്മൾ തുടങ്ങി. ആക്ച്വലി ഞാനും ലക്ഷ്മി മാത്രം ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഞങ്ങൾ എന്നിട്ടിരുന്ന് കഥയൊക്കെ പറഞ്ഞ് പൂവൊക്കെ കിള്ളി. റഹു എത്താൻ ഒത്തിരി ലേറ്റ്. അവർക്ക് അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. പിന്നെ കാക്കും ജിസാറും വരാമെന്ന് പറഞ്ഞിരുന്നു, അവരും ലേറ്റായി. പിന്നെ എൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ആൽമ എന്ന് പറഞ്ഞിട്ട്, അവളും ലേറ്റായി. അങ്ങനെ ഞങ്ങൾ മാത്രം. ഗൈസ്, നിങ്ങൾ എൻ്റെ വിഷമം കേൾക്കണം. ഞാനുണ്ടല്ലോ, എൻ്റെ വിഷമം പറയുന്നത്, ഞാൻ ആക്ച്വലി ഈ ബ്ലൗസിൻ്റെ കൂടെ എൻ്റെ സിൽവർ കരയുള്ള സാരി ഉടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. വീട് മൊത്തം ഞാൻ അരിച്ചു പെറുക്കി, അലമാര മൊത്തം ഞാൻ മറിച്ചിട്ട് നോക്കി, എന്നിട്ടും കിട്ടിയില്ല. അപ്പം ഞാൻ എല്ലാ സിൽവർ ആക്സസറീസും എടുത്തുകൊണ്ട് പോയി. സിൽവർ കമ്മല്, സിൽവർ വള. പക്ഷേ തളർന്നില്ല ഞാൻ. ഇത് കുറച്ച് വർഷമായിട്ട് ഓടിക്കുന്ന ഒരു ഓണസാരിയാണ്. ഇവിടെ എടുത്തല്ല, മറ്റേ കൊറാസോണിലെ ഓണത്തിന് ഇതായിരുന്നു എടുത്തത്. അവിടെ തുടങ്ങിയിട്ടായിരുന്നു ഇവിടെ തോണം. ഒരു സാധാ പഴയ ഒരു സാരി. എന്നിട്ട് ഞാനപ്പോൾ അങ്ങനെ പിന്നെ ഇതൊക്കെ കൊടുത്തുവന്ന് കഴിഞ്ഞപ്പം അമ്മയും പറഞ്ഞു ഈ ബ്ലൗസിൻ്റെ കൂടെ സിൽവർ ചെയ്തില്ലായിരുന്നു എന്ന്. അപ്പോൾ പിന്നെ എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെയെന്നാണല്ലോ നമ്മൾ പറയാം. അത് എനിക്ക് അന്വർത്ഥമായത് കൊല്ലമാണെന്ന് മാത്രം. പക്ഷെ സിൽവർ വള കമ്മൽ എന്നെ അത് ചതിച്ചു. അന്ന് അങ്ങനെ. അപ്പോൾ എന്തായാലും ആ വിഷമം ഞാനങ്ങ് ഉള്ളിലൊതുക്കി കടിച്ചു പിടിച്ച് ഇങ്ങനെയൊക്കെ ഇരിക്കണം. കുഴപ്പമില്ലല്ലോ അല്ലേ? ആക്സസറീസ് ഒക്കെ തന്നെ ചേരുന്നില്ല, കുഴപ്പമില്ല. ഇതെൻ്റെ അമ്മയുടെ മാലയാണ്. എത്ര വർഷം മുന്നത്തെയാണ് അല്ല, അങ്ങനെയാ. എത്ര വർഷം മുന്നത്തെയാണെന്നറിയോ? അമ്മ എന്നിട്ട് ഇങ്ങനെ അന്തിച്ച് നിൽക്കുക, ഇതൊക്കെ നിന്റെ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചോണ്ട്. പിന്നെ പൂ ഇടാനായിട്ട് ഞങ്ങൾ ഡിസൈൻ ഒന്നും നോക്കി വെച്ചിരുന്നില്ല. അപ്പോൾ വി ജസ്റ്റ് ഹാഡ് ആൻ ഐഡിയ. ഇങ്ങനെ വെള്ളയിട്ടിട്ട് അതിൻ്റെ നടുക്ക് നമുക്ക് സൈഷെയറിൻ്റെ ലോഗോ ഓൾറെഡി പർപ്പിൾ കളറാണ്. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് ചെയ്യാം. ബാക്കിയുള്ള പൂ ഉള്ളത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. ബിക്കോസ് നമ്മൾ വളരെ കുറച്ച് പൂ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതെല്ലാം വെച്ചിട്ട് നമ്മൾ ഇങ്ങനൊരു ഡിസൈനിലേക്ക് എത്തി. എനിക്കറിയാം അത് കറക്റ്റ് റൗണ്ട് അല്ല, ചിളക്കോ പുളുക്കോ എന്നാണ് ഇരിക്കുന്നത്. ആൻഡ് ലക്ഷ്മിനെ കാണാൻ നല്ല രസമില്ലേ, സുന്ദരി മുളായിട്ടില്ലേ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് അങ്ങനെ ചളങ്ങിയിരിക്കുകയാണെന്നറിയാം. ബിക്കോസ് നമ്മളങ്ങനെ വലിയ മെഷർമെൻ്റ് ഒന്നും എടുത്തല്ല. നിങ്ങൾ കണ്ടല്ലോ, ഞാൻ തന്നെ നേരത്തെ കടന്നും കമന്നും ഒക്കെ ഇരുന്ന് എടുത്തതാണ്. അവൾ ആദ്യമേ പറഞ്ഞത് നൂലൊക്കെ വെച്ചിട്ട് ചെയ്യാമെന്നൊക്കെ. പിന്നെ ഞാനൊരു പെർഫെക്ഷനിസ്റ്റ് അല്ല. എനിക്ക് സാധനങ്ങൾ ഐ വോണ്ട് ടു ഗെറ്റ് തിങ്സ് ഡൺ. അല്ലാതെ എനിക്കതിങ്ങനെ ഭയങ്കര പെർഫെക്റ്റായിട്ട് മറ്റരികും മൂലമൊക്കെ ഇതാക്കി സ്കെയിൽ വെച്ച് വരച്ച് അങ്ങനെ ഒരാളല്ല ഞാൻ. പിന്നെ ഞങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് അധികം നാളെ ഞങ്ങൾ റീൽസൊക്കെ എടുത്തിട്ട്, അപ്പം ഞാൻ ലക്ഷ്മിയും കൂടി ഒരു റീല് വേഗം തന്നെ പഠിച്ചു. അപ്പോൾ പഠിച്ചതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് അനന്തു വന്നായിരുന്നു അപ്പോഴത്തേക്കും. അങ്ങനെ അനന്തു ഞങ്ങൾക്ക് ഈ വീഡിയോ ഷൂട്ട് ചെയ്തു തന്നു. അപ്പം ഞങ്ങളിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അനന്തുവിനൊരാഗ്രഹം അവനും ചെറിയൊരു ഡാൻസ് ചെയ്യണമെന്ന്. അങ്ങനെ ഇതും അവനെ കൊണ്ട് വേഗം തന്നെ തട്ടിക്കൂട്ടി പഠിപ്പിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ കാക്കുവും ജിസാറും വന്നു. അവർ ഫുഡൊക്കെ ആയിട്ടാണ് വന്നേ, നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ അതും കളിച്ചു. ഹായ് എടാ പറയടാ. ദേവ് എന്നെടുക്ക എടാ പോടാ, അമ്മയിലേക്ക് നോക്കടാ. ഹാപ്പി ഓണം.
അങ്ങനെ എല്ലാവരും എത്തി. നമ്മൾ ഡാൻസൊക്കെ കളിച്ച് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും 3 സമയപ്പോഴെത്തി. ആൻഡ് റഹു ആണെങ്കിൽ ചെയ്തപ്പോൾ ഞാൻ അവൾ കുടിപ്പിച്ചു കൊടുത്തേ. അപ്പോൾ അതുകൊണ്ടാണ് അവളെ മുന്നൊന്നും കാണാണ്ടിരുന്നത്. വിശക്കുണ്ടായിരുന്നു. ഓൾറെഡി സമയം 1:30 ആയതുകൊണ്ട് എനിക്ക് വേഗം തന്നെ വീട്ടിൽ തിരിച്ചെത്തണമായിരുന്നു. ഞങ്ങൾ ഫാമിലിയായിട്ട് അച്ഛൻ്റെ നാട്ടിൽ പോകാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിന് വേണ്ടിയിട്ട് വേഗം എനിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണമായിരുന്നു. അതൊക്കെ നമ്മൾ ചെയ്തു. അത് കഴിഞ്ഞപ്പോഴാണ് ഫുഡ് കുറച്ചധികം ബാക്കി വന്നു. നമ്മൾ 6 പേർക്കുള്ളതേ പറഞ്ഞുള്ളൂ. പക്ഷെ എന്നാലും കുറച്ചധികം ബാക്കി വന്നതുകൊണ്ട് അത് നമ്മൾ പാക്ക് ചെയ്തിട്ട് കഴിക്കാത്ത ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ച് ഇത് അവർക്ക് വേണ്ടി പാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതിലാദ്യത്തെ പൊതി കൊടുത്തത് ഈ ബട്ടർ പേപ്പർ ഞങ്ങൾ ഇൻസ്റ്റാമാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. അപ്പം ആ സ്വിഗ്ഗി അത് കൊണ്ടുവന്ന ചേട്ടൻ പുള്ളി ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആൾക്കാണ് ഞങ്ങൾ ആദ്യത്തെ പൊതി കൊടുത്തത്. പിന്നെ ബാക്കി ഒരു 8 പൊതി ഉണ്ടാക്കി കാണും. അതിലൊരു 3 എണ്ണം ഞാൻ പോകുന്ന വഴിക്ക് കൊണ്ടുപോയി. ഞാൻ 3 പൂ വിൽക്കുന്ന ചേച്ചിമാർക്ക് കൊടുത്തു. ഞാൻ അവർ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ ഒരു ചേച്ചി എനിക്ക് തിരിച്ച് അവരുടെ ഒരു സന്തോഷത്തിന് എനിക്ക് റോസാപ്പൂ തന്നായിരുന്നു കേട്ടോ. അതിൻ്റെ വീഡിയോ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ നടന്നില്ലായിരുന്നു. ബാക്കിയുള്ളത് ലക്ഷ്മി അവിടെ അടുത്ത് എന്തോ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു, അവർക്ക് കൊണ്ടുപോയി കൊടുത്തു എന്നാണ് പറഞ്ഞത്. സോ എനിവേസ് ഓൾ ടുഗെദർ ഞങ്ങളുടെ ഓണാഘോഷം വളരെ സിമ്പിളായിരുന്നു. പ്രത്യേകിച്ച് ഗെയിംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ഞാൻ വേഗം വീട്ടിലേക്ക് പാഞ്ഞു വന്നു. എന്നിട്ട് നമ്മൾ നേരെ തൃശ്ശൂർക്ക് പുറപ്പെട്ടു. ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ പോരുകയാണ്. അപ്പം അമ്മയാണെങ്കിൽ എൻ്റെ സ്റ്റാറ്റസൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ലക്ഷ്മിയും കൂടെ കളിച്ച ഡാൻസും ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ അച്ഛൻ ഒബ്വിയസ്ലി ഡ്രൈവിംഗ് ആണല്ലോ. സോ ദിസ് ഈസ് മൈ മമ്മി, മൈ ജിസ്മോൾ. മീറ്റ് ഹർ. യാ. ആൻഡ് ദിസ് ഈസ് മൈ സൂപ്പർ ഹീറോ, മൈ ഡാഡ് സന്തോഷ് അഥവാ ചന്തു. അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ഈ വാഹനം ചലിച്ചുകൊണ്ടിരിക്കുന്നത് കുന്നംകുളം ലക്ഷ്യമാക്കിയിട്ടാണ്. അപ്പം ഞാൻ ഓർത്ത് ഇന്നലെ ഞാൻ ആക്ച്വലി അച്ഛനും അമ്മയ്ക്കും ഓഫീസിലെ പിള്ളേർക്കും കാക്കൂനും ഒക്കെ ഞാൻ ഓണക്കോടി വാങ്ങിച്ചു കൊടുത്തായിരുന്നു. എനിക്ക് മാത്രം എടുത്തില്ല. അപ്പോൾ വേഗമായി ഇറങ്ങുന്ന വഴിക്ക് നമ്മുടെ ഫ്ലാറ്റിൻ്റെ നേരെ താഴത്തൊരു കടയുണ്ട്. അവിടെ പോയിട്ട് ഞാൻ വേഗം എനിക്ക് ഓണക്കോടി വാങ്ങിച്ചു. പിന്നെ അമ്മയ്ക്ക് നൈറ്റി വാങ്ങണമായിരുന്നു. അമ്മയ്ക്ക് പുതിയ ഡ്രസ്സ് ഇന്നലെ ഞാൻ വാങ്ങിച്ചു കൊടുത്താൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ നൈറ്റി വാങ്ങാനായിട്ട് ഞങ്ങൾ സീമാസിലും കയറി. അതിനുശേഷം ഒരു 8 മണിയായപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അതായത് ഇതാണ് എൻ്റെ വലിയച്ഛൻ്റെ വീടാണിത്. അപ്പോൾ ഞങ്ങൾ ഇത്ര മാത്രമേ ഉള്ളൂ. വലിയച്ഛൻ്റെ മോളും മരുമോനും നാളെ ഈവനിങ് എത്തും. അപ്പോൾ എനിക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ വന്ന് കയറിയതേ ഞാൻ വന്നിട്ട് ജസ്റ്റ് ഫ്രഷപ്പായി. ആൻഡ് ചപ്പാത്തി മുട്ടക്കറി ഉണ്ടായിരുന്നു, അതും കഴിച്ചു. ആൻഡ് പിന്നെന്താ വലിയച്ഛനും അച്ഛനും വേറൊരു കസിൻ വലിയച്ഛനുണ്ട്, അവരും ഒക്കെ കൂടെ അവിടെ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് ഇതായിരിക്കുന്നു.